ഇനി വന നിയമ ഭേദഗതിയിൽ എതിർപ്പുമായി കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ആയിരുന്നു. ഗോകുൽ, ഈ ഭേദഗതിയെ തുടർന്ന് വലിയ തരത്തിൽ മലയോര മേഖലയിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ പാർട്ടിയിലും ഒപ്പം മന്ത്രിസഭയിലും എതിർസ്വരം ഉയർത്താനുള്ള കേരള കോൺഗ്രസ് തീരുമാനം? സേതു, തീർച്ചയായിട്ടും നിലവിൽ ഈ വനം നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇടത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ആണ് നിലവിൽ ഈ വിഷയത്തിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം പാർട്ടി നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇതിനെ എതിർക്കുന്നു എന്നൊരു നിലപാട് നിലവിൽ കേരള കോൺഗ്രസ് എം സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ വിവരം മുഖ്യമന്ത്രിയെ നാളെ നേരിട്ട് അറിയിക്കാനാണ് നിലവിൽ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതൃത്വം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ നിയമത്തിന്റെ അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതിയുടെ പോരായ്മകളും അതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുമൊക്കെ തന്നെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിലവിൽ പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു ഭേദഗതി ഉടനടി കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ പാർട്ടി ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ച് ഇത്തരത്തിലൊരു നിലപാടാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ എന്നുള്ളത് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ സർക്കാരിനെയും ആ വിഷയം അറിയിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് ഈ നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ മലയോര മേഖലയിലെ കർഷകരെയും കുടിയേറ്റ തൊഴിലാളികളെയും ഒക്കെ തന്നെ ബാധിക്കുന്നതാവും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള എതിർപ്പ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ചൂഷണങ്ങൾക്ക് വിധേയമാകും. പ്രത്യേകിച്ച് വനം വകുപ്പിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ വനം നിയമ ഭേദഗതി. വനത്തിൽ അതിക്രമിച്ച് കടന്നാൽ വനം വകുപ്പിന് മറ്റ് ഒന്നും നോക്കാതെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള അധികാരങ്ങൾ നൽകുന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു തരത്തിൽ ഒരു ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർക്കും കുടിയേറ്റ തൊഴിലാളികളെയുമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക്, ജനവിഭാഗങ്ങൾക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇനി ഈ ഒരു നിയമത്തിൻ്റെ പിന്തുണ കൂടി വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചൂഷണം അല്ലെങ്കിൽ ചൂഷണം കൂടുതൽ കടുക്കുന്നതിന് കാരണമായി തീരുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസും BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും വലിയ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടത് മുന്നണിയിൽ സർക്കാർ ഭരിക്കുന്ന ഇടത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഘടകകക്ഷി ഈ വിഷയത്തിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ എതിർപ്പിനെ ഏത് വിധത്തിലായിരിക്കും സർക്കാർ നോക്കിക്കാണുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. ശരി ഗോകുൽ, വനനിയമ ഭേദഗതിക്കെതിരെ നേരത്തെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി രൂക്ഷമായ ഭാഷയിലൊക്കെ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയെയും മുന്നണിയെയും എതിർസ്വരം അറിയിപ്പിക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.